അവിടെ നിന്ന് ഈ ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ ജോർജിന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല. ജോർജ് 61 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മകളുള്ളത് കോട്ടയം ജില്ലയിലാണ്. മകൻ വിദേശത്താണ്, UK-യിലാണ്. അപ്പോൾ മകളുടെ അടുത്തേക്ക് ഭാര്യയും ജോർജും കൂടി പോയിരുന്നു. അതിനുശേഷം ഭാര്യ അവിടെ നിർത്തിയതിന് ശേഷം ജോർജ് തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം ഇന്നലെ സന്ധ്യയോടുകൂടി ജോർജ് എറണാകുളം സൗത്ത് ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം ഇവർ ഭക്ഷണം കഴിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു സാമ്പത്തിക തർക്കം. ആ സാമ്പത്തിക തർക്കത്തിനൊടുവിലാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് പോയത്. ഈ സ്ത്രീ ആവശ്യപ്പെട്ട പണം ഇയാൾ നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ തരത്തിലാണ് ജോർജ് മൊഴിയും കൊടുത്തിരിക്കുന്നത്. ദേഷ്യം വന്ന ജോർജ് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിപ്പാര ഉപയോഗിച്ച് ഈ സ്ത്രീയുടെ തലക്കടിച്ചു എന്നുള്ളതാണ് ജോർജ് പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ തലക്കടിക്കുമ്പോഴും ഒക്കെ അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാൾ ഏതാണ്ട് ഒരു 12:30 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതിനുശേഷവും ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു. അതിനുശേഷമാണ് പുലർച്ചെ ഏതാണ്ട് 4:30 മണിയോടുകൂടി ഇയാൾ വീണ്ടും വീടിന് പുറത്തേക്ക് വന്ന് ഈ സമീപത്തുള്ള ഒരു കടയിൽ പോയി ഒരു പട്ടി ചത്ത് കിടപ്പുണ്ട്, അതിനെ ഒന്ന് മറവ് ചെയ്യാൻ ചാക്ക് വേണമെന്ന് പറഞ്ഞ് അവിടുന്ന് 2 ചാക്കും വാങ്ങിക്കൊണ്ട് ഇയാൾ വരുന്നത്. അപ്പോഴൊക്കെയും ഇയാൾ പൂർണ്ണമായും നല്ല മദ്യലഹരിയിലായിരുന്നു. അതിനുശേഷം ഈ വീടിനുള്ളിലുണ്ടായിരുന്ന മൃതദേഹത്തിന്റെ കഴുത്തിൽ കയറ് കെട്ടി വലിച്ച് ഈ ചാക്കിൽ മൃതദേഹത്തിന്റെ പകുതി ഭാഗം ചാക്കിലാക്കി വലിച്ചുകൊണ്ട് വരികയായിരുന്നു. വലിച്ചുകൊണ്ട് വന്ന് ഇയാളുടെ വീട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട റോഡിലേക്ക് അല്പം നടക്കണം. അപ്പോൾ 19 മീറ്റർ ഉണ്ട്. അപ്പോൾ അത് വലിച്ച് പകുതി വരുമ്പോഴേക്കും ഇയാൾ മദ്യത്തിന്റെ കൂടി ലഹരിയിലായിരിക്കണം. ഇയാൾ അബോധാവസ്ഥയിലായി. ഇയാൾ ഈ മൃതദേഹത്തിന് സമീപത്ത് തന്നെ ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇയാളുടെ ഉദ്ദേശം സമീപത്ത് ഡ്രെയിനേജ് ഉണ്ട്, ആ ഡ്രെയിനേജിലേക്ക് മൃതശരീരം കൊണ്ടുപോയി തള്ളുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. പക്ഷെ അത് നടന്നില്ല. അതിനു മുമ്പ് തന്നെ ഇയാൾ അബോധാവസ്ഥയിലായി. ബോഡിയുടെ അടുത്തിരിപ്പുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് സുബോധമുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഗേറ്റ് തുറന്നെടുക്കുമായിരുന്നു. ഗേറ്റിന്റെ അകത്തൂടെ നോക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാവോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉടനെ ഞാൻ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. മൃതദേഹം ആ സമയത്ത് പ്ലാസ്റ്റിക് ചാക്കുകൊണ്ട് അരഭാഗം വരെ മൂടിയ നിലയിലായിരുന്നു, താഴേക്ക് നീക്കടായിരുന്നു. മൃതദേഹം ഇങ്ങനെ വിവസ്ത്രമായതുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് തുണി വാങ്ങി ആ ഗേറ്റിലിട്ട് ഉടനെ അതിനു മുന്നേ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നു. ജോർജ് ചാക്ക് ചോദിച്ച് ഇവിടെ അന്വേഷിച്ച് നടന്നായിട്ട് പലരും പറഞ്ഞു. ചാക്ക് ഇയാൾ ആവശ്യപ്പെട്ട് 2 ചാക്ക് മേടിച്ചിട്ടുണ്ട്. അത് പട്ടി എന്തോ ചത്ത് കിടക്കുവാണ്. അപ്പോൾ അത് കുഴിച്ചു മൂടാനുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം നിരപരാധിയാണ്. പുള്ളിയുടെ ചാക്ക് 2 മേടിച്ച് ആ ചാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്.